ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. 4:30 ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് സാൽമിയയിലുള്ള മറീന മാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 50 മിനിറ്റ്സോളം ഉണ്ട് കേട്ടോ സാൽമിയയിലേക്ക് പോവാൻ. ആദ്യം ഞങ്ങൾ 51ാമത്തെ ബസ്സിൽ കയറി അൽറായിൽ ഇറങ്ങി അവിടെ നിന്ന് 66X ബസ്സിൽ കയറിയിട്ടാണ് സാൽമിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഹസ്ബൻഡിന്റെ 2 ഫ്രണ്ട്സ് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവര് തന്ന ലൊക്കേഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് മറീന ബീച്ചിൽ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തുന്നത് ഒരു 6 മണി ടൈമൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ച് മാറ്റി മറീന മാൾ ആക്കിയതാണ്. ഈ കാണുന്ന പ്ലേസ് ഒക്കെ ഹവലിയാണ് കേട്ടോ. നല്ല ഗ്രീനറി ആയിരുന്നു ഈ സ്ഥലത്ത് ഫുള്ളും. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഈ പ്ലേസ് ഒക്കെ കാണാനായിട്ട്. അങ്ങനെ ലൊക്കേഷൻ നോക്കി നോക്കി വന്നപ്പോൾ ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. സാൽമിയയിൽ തന്നെ ആയിരുന്നു, പക്ഷെ മാളിന്റെ അടുത്തൊന്നും ആയിരുന്നില്ല. ഗൂഗിൾ മാപ്പ് ഞങ്ങളെ നന്നായിട്ട് തേച്ചു. ഇവിടുന്ന് നടക്കുകയാണെങ്കിൽ ഒരു 24 മിനിറ്റ്സും ബസ്സിന് പോവാണെങ്കിൽ 13 മിനിറ്റും കാണിക്കുന്നുണ്ടായിരുന്നു. ഇനിയും ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നടക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 20 മിനിറ്റ്സ് നടന്നപ്പോഴേക്കും നമ്മൾ മറീന മാള് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ 6 മണി ടൈം ആയിട്ടോ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടപ്പോഴേക്കും. ഇവിടെ ഇപ്പൊ ചൂട് കുറഞ്ഞു വരുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നടക്കാനൊന്നും അധികം പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മറീന മാളിന്റെ ബാക്കിലത്തെ എൻട്രൻസ് വഴിയാണ് അകത്തേക്ക് കയറിയത്. പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പഴയ ബിൽഡിംഗ് പോലെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അകത്തേക്ക് കയറി അതിന്റെ ഒരു വ്യൂ കണ്ടപ്പോഴാണ് ഞെട്ടിയത്. അതുപോലെ പുറത്തുനിന്ന് കാണുമ്പോഴാണെങ്കിൽ ചെറിയൊരു മാളായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അകത്ത് നല്ലോണം സ്പേസ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് എവിടെ നോക്കിയാലും നല്ല ഒറിജിനൽ പ്ലാന്റ്സ് ഈ മാളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ പ്ലാന്റ്സ് ഒക്കെ ഈ മാളിന്റെ ഉള്ളിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. മാളിന്റെ അകത്തായിരുന്നെങ്കിൽ നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. കുറെ ലക്ഷറി ബ്രാൻഡ്സിന്റെ ഷോപ്സ് ഒക്കെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ മാളിൽ ഏത് സൈഡിൽ നോക്കിയാലും നമുക്ക് പ്ലാന്റ്സ് കാണാൻ പറ്റും. അതെല്ലാം ഒറിജിനലുമാണ്. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്ന്, പക്ഷെ എല്ലാം ഒറിജിനൽ ആണ്. അത്ര കിടിലായിട്ടാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ മെയിൻ ആയിട്ട് കണ്ടത് ഇങ്ങനെ പെർഫ്യൂം കളക്ഷൻസ് ആണ്. കുറെ അധികം ഷോപ്സ് ഉണ്ടായിരുന്നു പെർഫ്യൂംസിന്റെ. ആദ്യം ഞങ്ങൾ കണ്ടപ്പോ വിചാരിച്ചു ചെറിയൊരു മാളായിരിക്കുന്നു. പക്ഷെ ഇതിനുള്ളിൽ നല്ലോണം സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ഇതിനുള്ളിലൂടെ നടന്ന് പോകുമ്പോഴാണ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഒരു ഫ്ലോറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മേലേക്ക്. ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് താഴെയാണ്. പക്ഷെ മേലെ ഒരു കിടിലനൊരു സംഭവം വേറെ ഉണ്ട്. ഇതിലേ കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിടിലൻ സംഗതി ഉള്ളത്. ഈ മാളിനുള്ളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ കാണുന്നതാണ് മറീന ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് മറീന മാളിനെ മറീന ക്രിസന്റിനെയാണ്. അതായത് നമ്മൾ ഈ മറീന മാളിന് ഈ ബ്രിഡ്ജ് നേരെ കടന്നു പോകുന്നത് ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്കാണ്. അവിടെ ആണെങ്കിൽ കുറെ റെസ്റ്റോറൻറ്റ്സ്, കഫേസ്, അതേപോലെ തന്നെ വാട്ടർ റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് കുറെ വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല ബിസി ആയിട്ടുള്ള ഒരു ഗൾഫ് റോഡ് ആണ് കേട്ടോ ഇതിന്റെ താഴെ വരുന്നത്. ഈ ബ്രിഡ്ജ് ആണെങ്കിൽ എൻക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്. പകലായിരുന്നെങ്കിൽ ശരിക്കും ഈ റോഡൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നേനെ. പക്ഷെ ഞങ്ങൾ വന്നത് ലേറ്റ് ആയി പോയതുകൊണ്ട് ശരിക്കും ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല.
അങ്ങനെ ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. കുറെ അധികം റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. മാളിന്റെ അകത്തേക്കാളും ദേ ഈ കാണുന്ന പ്ലേസിനാണ് നല്ല ഭംഗി കൂടുതൽ. ഇനി ഒരു ദിവസം വിന്റർ ആകുമ്പോൾ വരാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് ശരിക്കും ഈ ബോട്ടുകളൊന്നും അധികം കാണുന്നേ ഇല്ല. കുറെ അധികം ബോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇവിടെയാണെങ്കിൽ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു റൈഡിന് പോവാനായിട്ട്. ഇത് മാളിലേക്കുള്ള വേറൊരു എൻട്രൻസ് ആണ്. ഞങ്ങൾ അങ്ങനെ നടന്ന് എല്ലാം ഒന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. കുറെ അധികം സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ മാളിൽ കാണാനായിട്ട് പുറത്ത്. പിന്നെ ഞങ്ങൾ മാളിന്റെ അകത്തേക്ക് തന്നെ കയറാന്ന് വിചാരിച്ചു കയറിയപ്പോഴാണ് ഡെക്കാത്തലോൺ കണ്ടത്. ഞാൻ ഇതുവരെ ഡെക്കാത്തലോന്റെ ഷോപ്പിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഇതിനുള്ളിൽ കയറി അവിടുത്തെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ നടന്ന് വന്നപ്പോൾ റിച്വൽസിന്റെ ഷോപ്പ് കണ്ടു. പിന്നെ സാറ കണ്ടപ്പോൾ അതിലൊന്ന് കയറി അവിടുത്തെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. കളക്ഷൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉള്ളതിനൊക്കെ ഒടുക്കത്തെ വിലയുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ അടുത്തൊരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാന്ന് വെച്ച് അവിടേക്ക് പോവാന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നിറച്ച ആൾക്കാരായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു ലുലു ഫുള്ള്. ഞങ്ങൾ മിക്കപ്പോഴും അൽറായിലെ ലുലു എന്നാണ് സാധനങ്ങൾ മേടിക്കാറ്. ഇവിടുത്തെ ലുലുവിൽ വന്നപ്പോഴേക്കും നല്ല പ്രൈസ് ഡിഫറൻസ് ഞങ്ങൾക്ക് തോന്നി. ഇവിടുത്തെ ലുലുവിലാണെങ്കിൽ അൽറായിനേക്കാളും പ്രൈസ് നല്ലോണം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം സാധനങ്ങളൊന്നും മേടിക്കാൻ നിന്നില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിച്ചുള്ളൂ. അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവാന്ന് വിചാരിച്ചപ്പോഴാണെങ്കിൽ നല്ല ട്രാഫിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സും ഉണ്ടായിരുന്നില്ല, ടാക്സിക്കാരെയും കിട്ടാനുണ്ടായില്ല. എങ്ങനെയൊക്കെയോ ഒരു ടാക്സിക്കാരനെ ഒപ്പിച്ചാണ് ഞങ്ങൾ നേരെ റൂമിലേക്ക് എത്തിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.